അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ധനവും മക്കളുമെല്ലാം ഈ ഭൗതികമായ ജീവിതത്തിലെ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം മാതാപിതാക്കളെ നാം അനുസരിക്കുക. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗമെന്നുള്ളത് മാതാപിതാക്കളുടെ കാൽപാദത്തിന് താഴെയാണ്, അവരുടെ പൊരുത്തത്തിലാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം മാതാപിതാക്കളോട് നല്ല രീതിയിൽ നാം പെരുമാറും. ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട് വന്നാണ്. രണ്ടാമതും അത് തന്നെ ആവർത്തിച്ചു. മൂന്നാമതും ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട് എന്ന്. നാലാമതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പിന്നീട് നിൻ്റെ പിതാവ് എന്ന്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മാതാപിതാക്കളോട് നാം നല്ല രീതിയിൽ നാം പെരുമാറുക. അങ്ങനെ നാം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് നാം തീരുകയും അശ്ശുറുക്കു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് നാം ശിർക്ക് വെക്കാതിരിക്കുകയും ചെയ്യുക. സബഉൽ മൂബിഖാത്ത്, വൻപാപങ്ങൾ 7 അതിൽ ഒന്നാണ് അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കുക എന്നുള്ളത്. അങ്ങനെ നാം ശിർക്ക് വെക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും നല്ല രീതിയിൽ നാം യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇഷ്ടപ്പെട്ടതായ രീതിയിൽ നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.